പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതികളിൽ ഇഡി നടത്തിയ അതിശക്തമായ റെയ്ഡുകളുടെയും തുടർ നടപടികളുടെയും പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെയും കേന്ദ്ര സർക്കാരിനോടുള്ള സമീപനത്തിനെതിരെയും കടുത്ത വിമർശനവുമായി മന്ത്രി പി അനിൽകുമാർ രംഗത്തെത്തിയിരിക്കുകയാണ്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്ന ഇഡി റെയ്ഡിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു എന്ന് പുറമേക്ക് പറയുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കോ എതിരെ നേരിട്ട് ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല എന്ന വൈരുദ്ധ്യമാണ് മന്ത്രി തുറന്നുകാട്ടുന്നത്. കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ കേന്ദ്ര നേതൃത്വത്തിനെതിരെ പുലർത്തുന്ന ഈ വിചിത്രമായ മൗനം അദ്ദേഹം ഉള്ളിൽ ഒളിച്ചുവെച്ചിരിക്കുന്ന കടുത്ത ഭയത്തിന്റെ തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ മകൾ ഉൾപ്പെട്ട അതീവ ഗുരുതരമായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കേന്ദ്ര ഏജൻസി ഇത്രയും വലിയ അന്വേഷണവും റെയ്ഡുകളും നടത്തിയിട്ടും പ്രധാനമന്ത്രിക്കെതിരെ വിരൽ ചൂണ്ടാൻ പോലും പിണറായി വിജയന് ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തെ വീട്ടിൽ മണിക്കൂറുകളോളം നീണ്ട പരിശോധനകൾ നടക്കുകയും മകളുടെ ഫോണും അക്കൗണ്ടുകളും ഇഡി മരവിപ്പിക്കുകയും ചെയ്ത ആ കറുത്ത ദിവസത്തിനു ശേഷം വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ കൃത്യമായി വിമർശിക്കാൻ അദ്ദേഹം മുതിർന്നില്ല എന്നത് ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ദേശീയ തലത്തിൽ BJPക്കെതിരെയും കേന്ദ്ര ഏജൻസികളുടെ രാഷ്ട്രീയ ദുരുപയോഗത്തിനെതിരെയും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അതിശക്തമായ നിയമ പോരാട്ടങ്ങളും തെരുവ് യുദ്ധങ്ങളും നയിക്കുമ്പോഴാണ് കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാവ് കേന്ദ്ര ഭരണാധികാരികളെ ഭയന്ന് ഒളിച്ചോടുന്നത്. കേന്ദ്ര അന്വേഷണം സ്വന്തം കുടുംബത്തിലേക്ക് നേരിട്ടെത്തുമ്പോൾ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ കഴിയാതെ പിണറായി വിജയൻ പൂർണ്ണമായും പതറിപ്പോയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. കേസുകളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ അണിയറയിൽ കേന്ദ്ര നേതൃത്വവുമായി രാഷ്ട്രീയ ഒത്തുതീർപ്പുകൾക്ക് അദ്ദേഹം ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയവും ഇതോടെ ബലപ്പെടുകയാണ്. പിണറായി വിജയന്റെ രാഷ്ട്രീയ ഇരട്ടത്താപ്പിനെതിരെ മന്ത്രി അനിൽകുമാർ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അല്ല, ഞാൻ വേറൊരു തലത്തിലാണ് അതിനെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ 10 വർഷവും ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ശ്രീ പിണറായി വിജയൻ നരേന്ദ്രമോദിക്കെതിരെ ഒരു വാക്ക് പോലും, ആ പേര് പോലും സഭയിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇത്രയും വലിയ ഒരു കേന്ദ്ര ഏജൻസിയുടെ ഒരു അന്വേഷണം നടക്കുമ്പോൾ പോലും അദ്ദേഹം പ്രധാനമന്ത്രിക്കെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ ഒരു വിമർശനം നടത്താൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് ആ രീതിയിൽ അത് മാറും. ഇത്രയും ഇന്നലെ വലിയ രീതിയിലുള്ള അന്വേഷണവും കാര്യങ്ങളും നടക്കുമ്പോഴും അദ്ദേഹം വൈകുന്നേരം പത്രമാധ്യമങ്ങളെ കണ്ടപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏജൻസി ഇങ്ങനെ അന്വേഷണം നടക്കുമ്പോൾ അതിനെതിരെ പറയാതെ മറ്റ് പല തലങ്ങളിലേക്കും അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 10 വർഷമായി അദ്ദേഹം ആരെയൊക്കെ ഭയപ്പെടുന്നു, ആ ഭയപ്പാട് അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇന്നലെ അവരുന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് വീഴ്ച ഞാൻ പറഞ്ഞല്ലോ, EDയുമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത് ആരാ? നിങ്ങൾ ഡൽഹിയിലുള്ള മാധ്യമപ്രവർത്തകരാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് BJPക്കെതിരെയും കേന്ദ്ര ഏജൻസികൾക്കെതിരെയും ശക്തമായ നിലപാടെടുക്കുന്നത് രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണ്. ആർക്കെങ്കിലും തർക്കമുണ്ടോ? പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഉത്തരം അത്തരം ചില ചോദ്യങ്ങളുടെ നിങ്ങൾക്ക് വഴിതെളിക്കുന്നു. കാരണം ഒരു രീതിയിലും കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഏറ്റുമുട്ടലിന് കഴിഞ്ഞ 10 വർഷം ഈ ഗവൺമെൻറ് മുന്നോട്ട് വന്നിട്ടില്ല. ഏജൻസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പ് അന്വേഷണം നടന്നപ്പോൾ അതിന് വളരെ ലാഘവത്തോടു കൂടിയാണ് കണ്ടത് മറ്റ് നേതാക്കൾക്കെതിരെ വന്നപ്പോൾ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഉള്ള ഒരു എന്തുകൊണ്ടാണ് വിമർശിക്കാത്തത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിനെക്കുറിച്ച് ഞാൻ അത്രയേ ഇപ്പോൾ പറയുന്നുള്ളൂ. അല്ല, ഞാൻ അതിനെക്കുറിച്ച് അത്രയേ പറയുന്നുള്ളൂ.